പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും എന്ത് വേണം, നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഒക്കെ അടിക്കുന്നുണ്ട്, അടിക്കുന്ന പോലെ ഒരു ഫീല് തോന്നും. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തുകൂടുമ്പോൾ എടുക്കാൻ പറ്റിയൊരു ടോപ്പിക്ക് നമ്മൾ തിരഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ടോപ്പിക്കായിരുന്നു പാരൻറ്റിങ് എന്ന് പറയുന്നത്. പാരന്റിങ്ങിന് ഒരുപാട് റെലവൻസ് ഉണ്ട് അല്ലേ ഈ ഒരു കാലത്ത്. നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പാരൻസ് കമ്പാരിറ്റീവ്ലി നമ്മളിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാലമാണ് അല്ലേ സജന ടീച്ചറെ? കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ന്യൂ ജനറേഷൻ വൈബ് അല്ലേ? നമ്മൾ പറയാറുണ്ട് മില്ലേനിയം, ആൽഫയും ബീറ്റിയും സെറ്റും എല്ലാം അങ്ങനെ ഓരോ ജനറേഷൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആൽഫയൊക്കെ കഴിഞ്ഞ് ബീറ്റയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മക്കളൊക്കെ അധികം ആൽഫയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. സോ ഇവർക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നിന്ന് അനുഭവിച്ചതായിരിക്കില്ല. അവർ കുറച്ചൊരു എൻറ്റോളി ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാ കാര്യത്തിലും അല്ലേ? IQ ലെവൽ ആകട്ടെ, അവരുടെ ആറ്റിറ്റ്യൂഡ് ആകട്ടെ, ബിഹേവിയർ ആകട്ടെ, അവർ അക്വയർ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, എല്ലാത്തിൽ നിന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും കമ്പാരിറ്റീവ്ലി നമ്മുടെ ചെറുപ്പകാലത്തിൽ നിന്ന്. ആണോ? പാരൻസിനോടാട്ടോ അല്ലേ? നമ്മൾ കണ്ടതിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വളരുന്ന ആളുകളായിരിക്കും നമ്മുടെ മക്കൾ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പാരൻറ്റിങ് മെത്തേഡ് അല്ലെങ്കിൽ പാരൻറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴേലും? പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ വല്യമ്മമാർ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പറയല്ലേ ഒരു 10 മക്കൾ അല്ലെങ്കിൽ ഒരു എന്തായാലും ഇപ്പോൾ 5-6 മക്കളായിരിക്കും ഓരോ വീട്ടിലും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ വളരുന്ന ഒരവസ്ഥയായിരിക്കും. മൂത്ത കുട്ടിയായിരിക്കും ബാക്കി ചെറിയ ആളുകൾ നോക്കുക, ആ ഒരു രീതിക്കായിരിക്കും അവർ വളർന്നു പോകുന്നുണ്ടാവുക. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? ആ കൂട്ടത്തിൽ അങ്ങനെ വളരുന്ന ആ ഒരു മെത്തേഡൊന്നും ഇന്ന് നടക്കൂല അല്ലേ? ഇപ്പൊ നമ്മുടെ മക്കളെ ആണെങ്കിൽ പോലും എന്തായിരിക്കണം, ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് പറയാറുള്ളത്. ഓരോ വ്യക്തികളായിട്ട് കൺസിഡർ ചെയ്തിട്ട് എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്യൂസ് റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 2 ആത്മഹത്യകൾ നമ്മൾ പുറലോകം അറിഞ്ഞതായിരുന്നു. ഗാർഹിക പീഡനം സഹിക്കാൻ വയ്യാതെ 2 ലേഡീസ് ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഫോണിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഐ തിങ്ക് ആലപ്പുഴയാണെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഫോണ് കൂടുതൽ നേരം കുട്ടിക്ക് കൊടുത്തില്ല. സോ ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു സങ്കടത്തിൽ കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് ആലോചിച്ച് നോക്കാൻ. അതേപോലെ തന്നെ കുറച്ച് മുമ്പ് മീഡിയ വണ്ണിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ വന്നൊരു ന്യൂസ് ആയിരുന്നു. 21 വയസ്സുള്ള ഒരു മകൻ അമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചു. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ലഹരി ഉപയോഗിച്ചിട്ട് സ്വബോധം നഷ്ടപ്പെട്ടിട്ട് മകന് അമ്മയെ വെട്ടിക്കൊന്നു. ഇതിന്റെ മുമ്പ് നമ്മൾ കുറച്ച് താമരശ്ശേരിയിൽ കുറച്ച് കേസസ് റിപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയിരുന്നു. ഇതേപോലെ തന്നെ ലഹരിയുടെ യൂസ് കാരണം മക്കള് ഉമ്മയൊക്കെ വെട്ടിക്കൊല്ലുന്ന കേസസും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാണ് കറന്റ്ലി നമ്മുടെ ഒരു കാലം അല്ലേ? നമ്മളെ മക്കളെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അവരെ മനസ്സിലാക്കി നിന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, കയ്യിന്ന് പോകുന്ന ഒരവസ്ഥയാണല്ലേ? നമ്മൾ എത്ര സ്നേഹം കൊടുത്താലും ആ സ്നേഹം അവർക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, അവരെവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് ആ ഒരു ഇടത്തിലേക്ക് പോകുന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാൻ കഴിയും. ഇപ്പൊ ചെറിയ മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ, അവരോട് ഒരു പക്ഷെ നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി അറിയില്ലാന്നോ? അതെന്താ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി നിന്നെ തന്നെയാണ് ഇഷ്ടം. അത് കഴിഞ്ഞാലും രണ്ടാളും ഒരുപോലെയാണ്. ഉപ്പാനും ഉമ്മാനും ഇഷ്ടമാണ്, 2 പേരും ഒരുപോലെയാണല്ലേ? അപ്പൊ മോൾക്ക് എത്ര വയസ്സായി? 11 വയസ്സല്ലേ? ഇതേപോലെ നമ്മൾ ചെറിയ മക്കളോടൊക്കെ ചോദിച്ചാൽ പല ആളുകളും എന്താ പറയാ, ഉപ്പാനെയും ഉമ്മാനെയാണ് എനിക്ക് ഇഷ്ടം എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കും. പാരൻസിനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ അച്ഛനെയും അമ്മനെയാണ് ഇഷ്ടം എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കും പറയാം. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രായത്തിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളോട് ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? എന്തായിരിക്കും പറയാ? വല്ല ജമീറുന്ന കുട്ടിപ്പോന്നൊക്കെ പറയുന്നുള്ളത് ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അഫ്കോഴ്സ് അങ്ങനെ തന്നെ. അല്ലെങ്കിൽ വല്ല ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ബെസ്റ്റികളുടെ കാലമാണ്. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് പറയും, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ പറയും. അപ്പൊ അവര്
പാരൻസ് അന്ന് പറഞ്ഞതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അല്ലേ. ചില ആളുകൾ അത് ചെറുപ്പം മുതലേ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയാണ് എൻ്റെ റോൾ മോഡൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഫോളോ ചെയ്യുന്നതുണ്ടാവും. അതെന്തുകൊണ്ടായിരിക്കും? അത് അവരുടെ പാരൻറ്റിങ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ കുറേ സൂയിസൈഡ് ടെൻഡൻസിയോട്